സദ്ഭാവന ട്രസ്റ്റ് ചെയർമാൻ എസ് ബാലചന്ദ്രൻ, സ്വാഗത പ്രസംഗം നടത്തിയ ശ്രീമതി ജയ ശ്രീകുമാർ, പ്രിയപ്പെട്ട എം ലിജു, പ്രിയങ്കരനായ എം ഹസൻ, പ്രിയങ്കരനായ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ്, എൻ്റെ സുഹൃത്ത് പ്രിയപ്പെട്ട ശ്രീ ജോർജ് ഓണക്കൂർ, പ്രിയപ്പെട്ട ചെറിയാൻ പിരി, നാമെല്ലാം ഇന്ന് ആദരിക്കുന്ന ശ്രീ എം ആർ തമ്പാൻ, പുസ്തകം എഴുതിയ കെ വി വസന്തകുമാർ, നന്ദി പറയാൻ പോകുന്ന ശ്രീമതി സിന്ധു സുരേഷ്, പ്രൗഢമായ ഈ സദസ്സിൽ ഇരിക്കുന്ന ബഹുമാന്യരും പ്രിയപ്പെട്ടവരുമായ സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കൾ, ആദ്യമേ ഞാൻ ഡോക്ടർ എം ആർ തമ്പാൻ വിജ്ഞാനത്തിൻ്റെ വിളക്കുമരം എന്ന എം ആർ തമ്പാൻ്റെ ജീവചരിത്രം ചുരുക്കമായി എഴുതിയ ശ്രീ വസന്തകുമാറിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ മുൻകൈയെടുത്ത സദ്ഭാവന ട്രസ്റ്റിൻ്റെ ചെയർമാൻ എസ് ബാലചന്ദ്രനെ അഭിനന്ദിക്കുകയാണ്. അത് തയ്യാറാക്കിയ സദ്ഭാവന ട്രസ്റ്റിലെ പ്രവർത്തകരെ ഞാൻ അഭിനന്ദിക്കുന്നു. ബാലചന്ദ്രന്റെ പ്രസംഗം ഞാൻ കേട്ടു, ലിജുവിൻ്റെ പ്രസംഗം കേട്ടു. ഇനി ഇരിക്കുന്നു വലിയവരായ ഒരാളെടുക്കാൻ, അവർക്കെല്ലാം തമ്പാനെ കുറിച്ച് അറിയാം. എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു. ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു പക്ഷേ സുധീശൻ ഒഴിച്ചാൽ തമ്പാനെ ആദ്യം മുതലേ അറിയാവുന്ന ഒരാൾ ഞാനാണ്. തെറ്റിപ്പോയി. എനിക്ക് തമ്പാനെ കുറിച്ച് 1965 മുതൽ, ഞാൻ കേശു പ്രസിഡന്റ് 64-ലാണ്, അതിന് വയനാടിൻ്റെ കൂടെ 62 കേശുവിൻ്റെ ഖജനാവ് ആചാര്യാണ്. 65-ലാണ് ഞാൻ തമ്പാനെ പരിചയപ്പെട്ടത്. 65 മുതൽ ഇപ്പോൾ 35, 25, 60 വർഷമായി. അപ്പോൾ എൻ്റെ ധാരണ 60 വർഷമായി അറിയാവുന്ന എനിക്ക് തമ്പാനെ കുറിച്ച് ഏകദേശമൊക്കെ ധാരണയുണ്ടെന്നാണ്. എനിക്കൊരു ചുക്കറിയതില്ല. തമ്പാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ, കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയൂ. വസന്തകുമാറിൻ്റെ ഈ പുസ്തകം വായിക്കുമ്പോഴാണ്, ഈ പുസ്തകം തന്നെ പോരാ എന്നാണ് ബാലേന്ദ്രൻ പറഞ്ഞത്. ഈ പുസ്തകം വായിക്കുമ്പോൾ എം ആർ തമ്പാൻ ആരായിരുന്നു, ആരാണ് എന്നെനിക്ക് പോലും മനസ്സിലായി. 60 വർഷത്തെ പരിചയമുള്ള എനിക്ക് ഉണ്ടായി. ബാലേന്ദ്രൻ ഒരു കാര്യം ചോദിക്കുന്നു, തമ്പാന് കേരളീയ സമൂഹം, ഗവൺമെന്റ്, കോൺഗ്രസ് പാർട്ടി അർഹിക്കുന്ന ആദരവ്, അംഗീകാരം കൊടുത്തിട്ടില്ല. എനിക്ക് കുറ്റബോധമുണ്ട്, ഹസനും കുറ്റബോധമുണ്ട്. സഹോദരത്തിനെതിരായ ചെയ്തന്മാരാണ്.
കാരണം ഇത്രയേറെ സംഭാവനകൾ മലയാള ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, വിജ്ഞാനത്തിന്, കേരള സംസ്കാരത്തിന് സംഭാവന ചെയ്ത ഒരു വലിയ സുഹൃത്ത്, ഒരു വലിയ മനുഷ്യൻ, ഒന്നുമില്ലാത്തവർക്ക് പോലും വലിയ ആദരവ് കൊടുക്കുന്ന ഈ കേരള സമൂഹത്തിൽ തമ്പുരാൻ എന്തുകൊണ്ടോ ആദരിക്കപ്പെട്ടില്ല, അവഗണിക്കപ്പെട്ടില്ലല്ലോ, എന്തുകൊണ്ടെന്ന് ഇന്ത്യയിൽ അത് നമുക്ക് ആലോചിക്കേണ്ടതൊക്കെ എന്താ പറ്റും. വിഷ്ണുവൊക്കെ ആലോചിക്കേണ്ടതായിരുന്നു. പുതിയ കാലത്ത് നേതാക്കന്മാർ തലമുറ മാറിക്കൊണ്ടിരിക്കുക കോൺഗ്രസ്, അതാണ് സത്യം. അതിനെ തലമുറ മാറിക്കൊണ്ടിരിക്കുക സത്യമതാണ്. അപ്പൊ അതുകൊണ്ട് ആലോചിക്കണം. അസനെങ്കിൽ അസൻ, വിഷ്ണുവെങ്കിൽ വിഷ്ണു, അല്ലെങ്കിൽ ലിജുവെങ്കിൽ ലിജു. നിങ്ങൾ കൂടെ ഞാനുണ്ട്. ഈ തെറ്റ് എന്നെങ്കിലും തിരുത്തണം. തമ്പാന് ഹർഷമായ അഭിപ്രായം. പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചു. 2 പുസ്തകം കഴിഞ്ഞു. ഇനി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തമ്പാന് മുമ്പ് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർമാരായിരുന്ന ആൾക്കാരെ ആരെയും കുറച്ച് കാണിക്കാനാക്കി. പ്രത്യേകിച്ച് എൻ വി കൃഷ്ണവാര്യർ. എൻ വി കൃഷ്ണവാര്യരുടെ സംഭാവന ഒരു കാലത്ത് മറക്കാൻ സാധ്യമല്ല. സംഭാവന മാത്രം, അദ്ദേഹത്തിൻ്റെ വലിപ്പം. എൻ വി കൃഷ്ണവാര്യരുടെ വലിപ്പമില്ലായിരുന്നെങ്കിൽ, മഹത്വമില്ലായിരുന്നെങ്കിൽ എം ആർ തമ്പാൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ 2-3 സ്റ്റെപ്പ് വളർച്ചയായിട്ടപ്പോൾ തന്നെ ഇളകെ വിറ്റാൽ ആൾ കയറി മുന്നോട്ട് പോകുമെന്ന് കണ്ട് ഇടയ്ക്ക് വെച്ച് കരിച്ചു കളയാൻ ശ്രമിച്ചപ്പോഴും അതിനെ തടഞ്ഞത് എൻ വിയും എസ് എൻ കോളേജിലെ പഴയ പ്രൊഫസർ തലവൻ ആർഷക്കറിന് പ്രത്യേകത ഉണ്ടായിരുന്നു. എസ് എൻ കോളേജ് അദ്ദേഹം തുടങ്ങിയപ്പോൾ രാഷ്ട്രീയം നോക്കിയില്ല. പിന്നോക്ക സമുദായക്കാരൊക്കെ പഠിക്കാൻ വേണ്ടിയാണ് കോളേജ് തുടങ്ങിയെങ്കിലും പ്രധാനമായും അവരുടെ കെട്ടുതെങ്ങും പിടിയരിയും കൊണ്ടാണ് ഉണ്ടാക്കിയതെങ്കിലും കോളേജിൽ എല്ലാവർക്കും അഡ്മിഷൻ കൊടുത്തു. മറ്റ് കോളേജുകളിലൊന്നും അഡ്മിഷൻ കിട്ടാത്തവർക്കെല്ലാം അവസാനത്തെ അഭയം ആശങ്കകളുടെ എസ് എൻ കോളേജാണ്. അവിടെ അധ്യാപകർ തന്നെ കരുതികഴിഞ്ഞ കോൺഗ്രസുകാരനായ ആശങ്കർ അവിടെ ജോലി കൊടുത്തത് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകന്മാർക്കാണ്. രാഷ്ട്രീയം നോക്കിയിട്ടില്ല. അതുവരെ പ്രൊഫസർ തരകൻ അവരൊക്കെ ഇല്ലായിരുന്നെങ്കിൽ തമ്പാന്റെ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു സൂപ്രണ്ടോ വേണമെങ്കിൽ കുറച്ചുകൂടെ തമ്പാനെ കരിച്ചു കളയാനുള്ള ശ്രമത്തിൽ കൃഷ്ണവാര്യരും തരകനും എല്ലാം ഒളിച്ചു കളഞ്ഞതാണ്. അവിടുത്തെ ക്ലർക്കായി ചേർന്നാണ് തമ്പാൻ. ക്ലർക്കായി യോഗ്യല്ല, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, എം.കോം പാസ്സായ ആളാണ്. പക്ഷെ ആദ്യം കിട്ടിയ ജോലി ക്ലർക്കാണ്. ക്ലർക്കെന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ്. പക്ഷെ ആ തമ്പാൻ പടിപടിയായി ഉയർന്ന് എൻ വി കൃഷ്ണകാരിൽ ഇരുന്ന കസേരയിലെത്തി പാസ്സായിച്ചുകൊണ്ടിരുന്ന ചെയർമാൻ ഡയറക്ടറായി. ഒന്നല്ല 2 പ്രാവശ്യം ഇരുന്നു. ആ കാലഘട്ടമാണ് മറ്റ് ചെയർമാന്മാരെ ഡയറക്ടർമാരെ ചുരുക്കാടിക്കുന്നില്ല. എൻ വി കൃഷ്ണവാര്യരെ കുറിച്ച് എനിക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കാത്ത ഒരാളാണ്. പക്ഷേ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മാറ്റിക്കളഞ്ഞത്, ജനകീയമാക്കിയത്, ചെറുപ്പക്കാർക്ക് പ്രിയപ്പെട്ട പ്രസ്ഥാനമാക്കി മാറ്റിയത് എം ആർ. ഞാൻ MLA ആയി വരുന്ന ആദ്യം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പുസ്തകമല്ല MLA മാർക്കെല്ലാം കിട്ടും, നിങ്ങളും വായിക്കും. പക്ഷെ വായിക്കാൻ പറയാം.
ചേട്ടൻ നിർബന്ധം ഉണ്ടായിരുന്നു എല്ലാത്തിനും മലയാളം വേണം. അപ്പൊ ഇംഗ്ലീഷ് പദങ്ങൾക്ക് പലതും ശാസ്ത്രീയ പദങ്ങൾക്ക് മലയാളം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലൂടെ പലപ്പോഴും വളരെ ഒരു വികൃതമായ മലയാള പരിഭാഷയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് എല്ലാവരോടും പുച്ഛമായിരുന്നു. അതൊക്കെ മാറ്റിയെടുത്ത തീരുമാനമാണ്. ഇവിടെ ലിജു പറഞ്ഞ പോലെ എന്നും മാറിക്കൊണ്ടിരിക്കണം. ഭാഷ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഭാഷയ്ക്ക് മാത്രമേ ജീവനുള്ളൂ. അല്ലാത്ത ഒരുപാട് ലോകത്തിൽ, ഇന്ത്യയിൽ, കേരളത്തിൽ മാറ്റമില്ലാതെ തുടങ്ങുന്ന പോലെ ഭാഷയും മരിച്ചു പോയിട്ടുണ്ട്. മലയാള ഭാഷ മാറിക്കൊണ്ടിരിക്കുന്ന ഭാഷയാണ്. തമ്പാൻ 10 കൊല്ലത്തെ കാലം കൊണ്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ഏറ്റവും വലിയ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റി. നഷ്ടത്തിലായത് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, ലാഭത്തിലായി നമ്മൾ ഇറങ്ങിപ്പോൾ 13 കോടി രൂപയാണ് മിച്ചം. അല്ലേ? അത്ഭുതമാണ്. ഒരു സർക്കാർ സ്ഥാപനത്തിൽ ആരും വാങ്ങാതിരുന്ന പുസ്തകം വാങ്ങി 13 കോടി മിച്ചമുണ്ടായി. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഇറക്കിയ പുസ്തകങ്ങൾ അത് കേരളത്തിൽ എല്ലാ കാലത്തും ഒരു റെഫറൻസാണ്. അവിടെ തുടങ്ങി. ഇവിടെ ലിജുവും അതെന്നെല്ലാം പറഞ്ഞു. അപ്പോഴേക്ക് പറയാൻ പോകുന്ന അസന്നിന്റെ പുസ്തകത്തിലുള്ള മേഖലകളിലെല്ലാം, കടന്നതിൻ്റെ എല്ലാ മേഖലകളിലും അദ്ദേഹത്തിന്റെ വിരലേറെ പതിപ്പിച്ചിട്ടുണ്ട്. സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്, നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ഒരാൾ മലയാള ഭാഷയ്ക്ക്, സാഹിത്യത്തിന്, വിജ്ഞാനത്തിന് ഇത്രയേറെ സംഭാവന ചെയ്ത തമ്പാൻ തീർച്ചയായും കൂടുതൽ ആദരവ് അറിയിക്കേണ്ടതാണ്. ഞാൻ തമ്പാനെ പരിചയപ്പെടുന്നത് കൊല്ലത്ത് SN കോളേജിൽ തമ്പാൻ പഠിക്കുമ്പോഴാണ്. കൊല്ലത്തെ കേസ് ഉണ്ടാക്കിയത് ഒന്നുമല്ല, TK തങ്കപ്പനാണ്. തങ്കപ്പൻ ഒരാൾ വേറെ. തങ്കപ്പൻ ആരും കൊല്ലത്തുണ്ടായിട്ടില്ല. TK തങ്കപ്പൻ പാമ്പ് കടിയേറ്റ് മരിച്ചില്ലായിരുന്നെങ്കിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ആദരിക്കപ്പെടുന്ന വിപ്ലവകാരിയായ പ്രവർത്തകൻ തങ്കപ്പനാവും. സിറ്റിമാര് പോലും പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങളുടെ തങ്കപ്പന്റെ ആ വിലാപയാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം പൊട്ടിക്കഴിഞ്ഞ് ഞങ്ങളുടെ. പക്ഷെ അതിനുശേഷം മുൻ തലമുറയിൽ തമ്പാനും കൊട്ടറയും അവരുടെ കൂടെ ഒരു ഡസനോളം ആൾക്കാർ അന്നുണ്ടായിരുന്നു. അന്നാണ് ഞാൻ തമ്പാനെ ആദ്യമായി കാണുന്നത്. പക്ഷെ തമ്പാനുമായി കൂടുതൽ ഞാൻ നിൽക്കുന്നത് കേസ് പ്രശ്നമാകുമ്പോഴല്ല, യൂത്ത് കോൺഗ്രസ് പ്രശ്നമാകുമ്പോൾ. അന്ന് മുതൽ തമ്പാനിട്ട് അടുപ്പമുണ്ട്. പിന്നീട് എൻ്റെ ആത്മമിത്രമായ തോപ്പിൽ രവി തമ്പാന്റെ സഹോദരി. ഞാൻ അമ്പയെന്ന് വിളിക്കുന്ന അംബികയെ ഞാൻ അമ്പിയെന്ന് വിളിക്കുള്ളൂ, അമ്പയെന്ന് വിളിക്കുന്നില്ല. വിവാഹം കഴിച്ചു. അതോട് ബന്ധം കൂടുതൽ സുദൃഢമായി. കാരണം തോപ്പിൽ രവിയും വയലാർ രവിയും മേജോടും ഞാനും ഞങ്ങൾ 3 വർഷത്തോളം അവരുടെ കമ്മ്യൂണിസ്റ്റുകളുടെ കമ്മ്യൂൺ രീതിയിൽ 4 വർഷം 3 വർഷത്തിലേറെ എറണാകുളത്തെ യൂത്ത് കോൺഗ്രസ് ഓഫീസിൽ ഭക്ഷണം പാകം ചെയ്ത് കഴിച്ച് ജീവിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് ഞാൻ തമ്പാനുമായിട്ട് ബന്ധം മറന്നുകൊടുത്തേ. അങ്ങനെ കേസിലാണ് തമ്പാനെ പരിചയപ്പെട്ടത്. തമ്പാൻ 2 വിപ്ലവകാരിയായിരുന്നു. ചുതിയവർക്കുള്ള സമരവീര്യമുള്ള വിപ്ലവകാരിയാണ്. തമ്പാന്റെ ഗാന്ധിയൻ ചിന്താഗതിയെക്കുറിച്ച് പറഞ്ഞു. ഗാന്ധിയൻ ചിന്താഗതി, നിശ്ചയദാർഢ്യം, ത്യാഗമനോഭാവം തയ്ച്ചത് അവിടുത്തെ ഭക്ഷ്യസമരത്തിലാണ്. അറസ്റ്റ് ചെയ്തു, ഘെരാവ് ചെയ്തു പോലീസ് സ്റ്റേഷൻ. അതാണ് കേരളത്തിൽ ഘെരാവ് കൊണ്ടുവന്ന ഇവരാണ്. പോലീസ് സ്റ്റേഷൻ ഘെരാവ് ചെയ്തു. CM സ്റ്റീഫൻ വന്നു. എല്ലാം കണ്ടേശപ്പെട്ടു. ഇനി നിങ്ങളുടെ സമരം കഴിച്ചല്ലോ, ഇനി പോകാമെന്ന് പറഞ്ഞു. അതേപോലെ ശശി പണ്ട് എങ്ങനെയാണ്, ശശിക്ക് ജോലി മേടിച്ചു കൊടുത്ത് ശിവനാണ്. പക്ഷെ ശിവൻജിയുടെ മുഖത്തോക്കി കൊടുത്തില്ല, ഞങ്ങൾ പോകത്തില്ല. ആ കൂടി തമ്പാൻ കൊണ്ട് 2 ആഴ്ച ജയിലിൽ കിടന്നു. സ്റ്റീവൻ ജീവൻ തന്നെ പോയില്ല. തമ്പാന്റെ അച്ഛൻ വന്നു 3 ദിവസം കഴിഞ്ഞപ്പോൾ.
വേണ്ടയില്ലാതെ തമ്പാനോട് കുറച്ച് പോകാൻ പറഞ്ഞു. വീട്ടിലേക്ക് പോവാം. പോയി ഗന്ധാർജിയിൽ സംഗവാന്റെ നിശ്ചയദാർഢ്യം അവിടെയാണ് തരുന്നത്. അങ്ങനെ സമരപാരമ്പര്യം കാണിച്ച തമ്പാൻ ഒരു ഘട്ടത്തിൽ 67, 68, 69 കാലഘട്ടത്തിൽ കൊല്ലത്തെ ഏറ്റവും പോപ്പുലർ കൊട്ടരഭാഷ തന്നെയാണ്. സത്യം പറയാണ്. കൊട്ടരയ്ക്ക് ആട്ടും പാട്ടും മറ്റെല്ലാം ഒരുപാട് വേറെ അടവുകളും ഒക്കെ ഉള്ള ആളാണ് സിനിമയിൽ. അതുകൊണ്ടാണ് ഞാനെല്ലാം കൂടെ ആലോചിച്ചിട്ട് കോട്ടയെ അന്ന് അജയനായ ആർ ബാലകൃഷ്ണനെതിരായിട്ട് കൊട്ടാരത്തിൽ നിർത്താൻ തീരുമാനിച്ചുള്ള വാർത്ത എറണാകുളത്തെ കേട്ടത് തന്നെ കൊട്ടര വെളിയിൽ പോയി. ഞങ്ങളുടെ ഞാനും കൂടെ കാറ് പിടിച്ച് എറണാകുളം വന്നു. കൊട്ടരെ കണ്ടു കിട്ടുന്നില്ല. ലാസ്റ്റ് ആരോ പറഞ്ഞു, നിലവങ്കാവ് ക്ഷേത്രത്തിൻ്റെ അവിടെ മൈതാനിയിലെ ആൽത്തറയിൽ ട്രൈറ്റിപ്പെട്ടെന്ന് പറഞ്ഞു. അവിടെ പോയപ്പോഴും ലാസ്റ്റ് കൊട്ടാരക്കരയിൽ പോയി പുള്ളിയെ അവിടെ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ചു. ആ ഇലക്ഷൻ്റെയും പ്രധാന പങ്കാളി തമ്പാനാണ്. ഒരു കാലഘട്ടത്തിൽ കൊല്ലം ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് KSUക്കാരുടെ സർവസമ്മതനായ നേതാവ് M.R. തമ്പാൻ. നേതാക്കന്മാർ ധാരാളമുണ്ട്, പക്ഷേ എല്ലാവർക്കും സ്വീകാരനായ നേതാവ് തമ്പാനാണ്. അതുകൊണ്ടാണല്ലോ കൊല്ലം ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പിരിച്ചുവിട്ടതിന് ശേഷം എല്ലാവരും കൂടി പ്രസിഡന്റ് അംഗീകരിച്ച് തമ്പാനാണ്. അങ്ങനെ സർവസമ്മതനായി വളർന്നു വന്ന ചെറുപ്പക്കാരൻ രാഷ്ട്രീയത്തിൽ നിന്നിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കൊല്ലത്തെ MLA-യോ കൊല്ലത്തെയോ ചിറയൻകീഴിലോ MP-യോ ചിലപ്പോൾ കേരളത്തിലെ മന്ത്രിസഭയിലായിരുന്നോ ഒക്കെ ആകുമായിരുന്നു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചത് തൻ്റെ അച്ഛനെ സഹായിക്കുക, കുടുംബഭാരത്തിൽ അച്ഛനെ കൊണ്ട് സഹായിക്കുക, 4 സഹോദരിമാരെ കരകയറ്റുക. അങ്ങനെയാണ് തമ്പാൻ രാഷ്ട്രീയം വിട്ടു. കൃഷ്ണവാര്യരുടെ ക്ഷണപ്രകാരം ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് ക്ലാർക്കായി എത്തി. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നില്ലെങ്കിൽ തമ്പാൻ കേരള രാഷ്ട്രീയത്തിലുണ്ടാവുമായിരുന്നു. നിങ്ങൾക്ക് പലർക്കും വെല്ലുവിളിയായിക്കോ. പക്ഷെ തമ്പാനത് ആ വഴി മാറ്റം വിട്ടില്ല. നേരത്തെ ചെയ്തുകൊണ്ടാണ് അവനിപ്പോഴും വായിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ തമ്പാൻ വർക്കുകളോട് കൂടുകയാണ്. എല്ലാവർക്കും തമ്പാൻ അവതാരിക വേണം, എല്ലാവർക്കും തമ്പാൻ എഡിറ്റ് ചെയ്യണം. എൻ്റെ സഹപ്രവർത്തകനും PK പണിക്കര് പുസ്തകം എഴുതിയപ്പോഴും തമ്പാൻ എഡിറ്റ് ചെയ്യണം. തമ്പാനോട് എഡിറ്റ് പുസ്തകങ്ങൾ കുമാരം ഇറക്കിയാണ് എല്ലാം എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പോൾ എല്ലാവർക്കും വേണം. ഇന്നും തമ്പാൻ വായിച്ചുകൊണ്ടിരിക്കുന്നു, എഴുതിക്കൊണ്ടിരിക്കുന്നു, പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാലചന്ദ്രനും ബുദ്ധിമാനും നല്ല കച്ചവട കണ്ണുള്ള ആളാണ്. അതുപോലെ അസൻ എഴുതിയിരിക്കുന്ന പോലെ ആശയങ്ങളുടെ വിളവേലയമാണ്. പക്ഷേ കാര്യങ്ങൾ പരിക്കില്ലാതെ നടത്തിക്കൊണ്ടുപോകാൻ അറിയാം. അതാണ് കച്ചവടം പറയുന്നത്. തമ്പാന്റെ പേരും കൂടെ ഉണ്ടെങ്കിൽ പ്രസിദ്ധീകരണ രംഗത്ത് തൻ്റെ പ്രസിദ്ധീകരണശാല നന്നായി പോകുന്നറിയാം. അവിടെയും ഈ പഠിച്ചില്ല, അവിടെയും തമ്പാനുണ്ട്. അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോവുകയാണ്. തമ്പാനെ കുറിച്ചുള്ള ഈ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള അവസരം ഉണ്ടായി ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ ആത്മാർത്ഥമായി പറയുക, തമ്പാൻ നമുക്ക് അർഹിക്കുന്ന അംഗീകാരം കൊടുക്കും. നമുക്കെല്ലാം മുൻപോട്ട് കൊടുക്കുക. ഇത് സത്യമാണ്. കാരണം നിങ്ങളൊക്കെയാണ് നാളത്തെ നേതാക്കന്മാർ. ഞങ്ങളൊക്കെ പാസിംഗ് പീസസാണ്. എന്നാലും കൂടെ നിൽക്കാം. എല്ലാവരുടെയും അനുമതിയോടുകൂടി നേരത്തെ പ്രാവശ്യം ചെയ്തു അവസരം കൊടുത്തുകൊണ്ട് ഞാൻ ഔപചാരികമായി വസന്തകുമാർ രചിച്ച ഈ പുസ്തകം M.R. തമ്പാനെക്കുറിച്ച് അതിനെക്കുറിച്ച് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്, ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. പക്ഷേ എല്ലാം അറിയാമെന്ന് ധരിച്ചത് എനിക്ക് മനസ്സിലായി. എനിക്കെല്ലാം അറിയത്തില്ല. തമ്പാനെക്കുറിച്ച് അരികും പിടിയും മാത്രമേ കേരളത്തിലുള്ളൂ. തമ്പാൻ്റെ വലിയ മനുഷ്യൻ്റെ കേരളത്തിന് മറക്കാനും വയ്യാത്ത സംഭാവന നൽകിയ എൻ്റെ സുഹൃത്തിൻ്റെ കുറിച്ചുള്ള
ഉത്കൃഷ്ടമായ ജീവിതത്തെ എഴുതിയ അസ്നമാണെന്നോട് അഭിനന്ദിച്ചുകൊണ്ട് ഈ പുസ്തകം ഔപചാരികമായി പ്രകാശനം ചെയ്യുന്നു.